CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ 2 ദിവസം മുമ്പ് ഇതേ നമ്മുടെ DNA ചാനലിൽ വന്ന് പറഞ്ഞതാണ്. അതായത് അന്ന് മാധ്യമങ്ങളെല്ലാം ഇതാ വെള്ളിയാഴ്ച CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നു. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ച് അൻവറിന്റെ പരാതികൾ കർശനമായി പരിശോധിക്കും, നടപടികൾ ഉണ്ടാകും, അതാണ് സാധ്യത എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് CPMന്റെ സംസ്ഥാനത്തിലെ ഏറ്റവും പരമോന്നതമായ സമിതിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. സംസ്ഥാന സമിതിയുടെ മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരമോന്നത സമിതി കൂടുമ്പോൾ ഇത്രയും വലിയ പാർട്ടിയെയും ഗവൺമെന്റിനെയും പ്രതിസന്ധിയിലാക്കിയ വളരെ ഗുരുതരമായ ആരോപണം ഒരു ഭരണകക്ഷി MLA തന്നെ CPMന്റെ തന്നെ ഒരു MLA തന്നെ ഉന്നയിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പച്ചയ്ക്ക് തുറന്നു പറയുമ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്നും അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് തന്നെ കൊടുക്കും. പൊളിറ്റിക്കൽ സെക്രട്ടറി മോശക്കാരനാണ്, അയാൾ ഒരു ഈ സർക്കാരിനെയും പാർട്ടിയെയും തകർക്കാൻ നിൽക്കുന്ന ആളാണ്, സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് പോലും സമീപിക്കാൻ കഴിയാതെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഈ ആഭ്യന്തര വകുപ്പിനെ ഹൈജാക്ക് വെച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് ഈ പാർട്ടി അംഗം നിയമസഭാംഗമായ അൻവർ പറഞ്ഞത്. അപ്പോഴാണ് മാധ്യമങ്ങൾ പറയുന്നത് വെള്ളിയാഴ്ച പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടുന്നു, ആ സെക്രട്ടേറിയറ്റിൽ വെച്ച് കൃത്യമായിട്ടും പാർട്ടി CPM ആണിത്, അത് അന്വേഷിക്കും, അല്ല അവരത് ചർച്ച ചെയ്യും, വേണ്ട നടപടികൾ എടുക്കും, അങ്ങനെ സാധ്യത. ശശിയുടെ കാര്യം വളരെ അപകടമാണ്, DGPയുടെ കാര്യവും തീരുമാനിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അന്ന് ഞാനാണ് പറഞ്ഞു, ഇല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. കാരണം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതുപോലെ പല പ്രാവശ്യം കൂടിയതും പല ഗുരുതരമായ ആരോപണങ്ങൾ നിൽക്കുമ്പോഴും ഗവൺമെന്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായിട്ടും അതുപോലെ പല പാർട്ടിയെ വളരെയധികം പ്രതിസന്ധിയിലാക്കുന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങൾ എന്നിട്ടും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് ഒന്നും പറയാതെ ഒന്നും ചർച്ച ചെയ്യാതെ അത് പിന്നീട് ചർച്ച ചെയ്യാനെന്നും അല്ലെങ്കിൽ അതിനകത്ത് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നിസ്സാരമായി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുന്നത്. ആ വിലയിരുത്തൽ വരാൻ കാരണം CPM എന്ന പാർട്ടി ആ പാർട്ടിയുടെ ഒരു അച്ചടക്ക സ്വഭാവവും അതിൻ്റെ കേഡർ സ്വഭാവവും നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം അത് ഒരു വ്യക്തിയുടെ കയ്യിൽ അകപ്പെട്ടു പോയ ഹൈജാക്ക് ചെയ്യപ്പെട്ട ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. അതൊരു കേഡർ പാർട്ടിയേ അല്ല, അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ അല്ല, അതിനകത്ത് സംഘടനാ കാര്യങ്ങളില്ല, ആ സംഘടനാ പ്രവർത്തനങ്ങളില്ല, സംഘടനകൾ പോലും സംഘടന സെറ്റപ്പ് ഇല്ല. പിന്നെ ഈ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു പാർട്ടിയാകുമ്പോൾ സംസ്ഥാന സമിതി വേണം, ജില്ലാ സമിതി വേണം, ഏരിയ സമിതി വേണം, ലോക്കൽ സമിതി വേണം, ബ്രാഞ്ച് വേണം, എന്നാലേ പാർട്ടി ജനങ്ങളുടെ ഇടയിൽ നിൽക്കൂ എന്നുള്ളതുകൊണ്ട് കുറേ ഘടകങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പക്ഷേ ഈ ഘടകങ്ങൾക്കൊന്നും വ്യക്തമായിട്ട് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്നു, ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വലിയ ശക്തമായ ഘോരഘോരമായ വിമർശനങ്ങൾ നേതാക്കന്മാർക്കെതിരായിട്ട് നടക്കുന്നു എന്നാണ് പറയുന്നത്. സാധാരണ പാർട്ടി ഘടകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് ബ്രാഞ്ച് സമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തപ്പെടുകയും അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയും അത് റിപ്പോർട്ടായിട്ട് മാറുകയും അത് പാർട്ടി കോൺഗ്രസിൽ പോലും ചർച്ച ചെയ്ത് പാർട്ടിയുടെ നയരൂപീകരണത്തിന് ഇടയാക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം കുറേ കാലമായിട്ട് അതൊന്നും കാണുന്നില്ല. അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാണുന്നില്ല. ഒരു വ്യക്തി, കേരളത്തിലെ ഒരു വ്യക്തിക്കാണ് എല്ലാ പ്രാധാന്യം. ആ വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബവും ആ കുടുംബത്തെ സംരക്ഷിക്കാനും വ്യക്തിയെ സംരക്ഷിക്കാനും മാത്രമാണ് പാർട്ടി ഘടകങ്ങൾ, സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒന്ന് വിലയിരുത്തപ്പെട്ടത് കൊണ്ടാണ്. അത് എനിക്ക് ബോധ്യമായ കുറേ കാലത്തെ മാധ്യമ പ്രവർത്തനം കൊണ്ടും ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഈ നാട്ടിൽ നടക്കുന്നത് വിലയിരുത്തിയത് കൊണ്ടുമാണ് എനിക്കങ്ങനെ പറയാൻ കഴിഞ്ഞത്. അത് ശരിയായിരിക്കുന്നു. ഞാൻ 2-3 ദിവസം മുമ്പ് തന്നെ ഞാൻ DNA വാർത്തയിൽ തന്നെ പറഞ്ഞു, ഈ സെക്രട്ടേറിയറ്റിൽ ഒരു ചുക്ക് സംഭവിക്കില്ല, അൻവർ പറഞ്ഞതെല്ലാം വെറും വെള്ളത്തിൽ വരച്ച വര പോലെ പോകും, അൻവറിന്റെ ആരോപണങ്ങളൊന്നും സെക്രട്ടേറിയറ്റ് അംഗീകരിക്കില്ല, അത് അന്വേഷിക്കാനും പോകുന്നില്ല, ഈ മാധ്യമങ്ങൾ പറയുന്നതെല്ലാം ചുമ്മയാണ്, അത് വെറുതെ ഒരു ഓളമാണ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് സംഭവിച്ചു. അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ പാർട്ടി കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടി, പക്ഷേ അൻവറിനെതിരായിട്ട് വന്ന ആരോപണങ്ങളൊന്നും അന്വേഷിക്കില്ല. കാരണം അതിലൊന്നും കഴമ്പില്ല, അതൊക്കെ പാർട്ടിക്ക് പ്രശ്നമല്ല. പിന്നെ ഭരണത്തിലിരിക്കുന്ന ആള് RSSനെ കണ്ടാലും ആരെ കണ്ടാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമല്ല എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് ഒഴിയേണ്ടി വന്നിരിക്കുന്നു. വെറും ഒരു സമിതി മാത്രമായിട്ട്, ഒരു കൂട്ടം മാത്രമായിട്ട് അഭിപ്രായങ്ങളും പറയാൻ ധൈര്യമില്ലാത്ത, ചങ്കൂറ്റമില്ലാത്ത, നട്ടരില്ലാത്ത ഒരു സമിതിയായിട്ട് CPM സംസ്ഥാന സെക്രട്ടറി മാറിയോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ എത്തിയിരിക്കുന്നു.